എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇവിടെ മാസ്റ്റർ റോഷി ആണെങ്കിൽ ഇപ്പൊ റഡാറിൽ ഒരു ഡ്രാഗൺ ബോൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഡ്രാഗൺ ബോളിന്റെ തൊട്ടടുത്തെത്തി എത്രയും വേഗം താഴേക്ക് കൊണ്ടുപോകാനായിട്ട് പറയും. അതേസമയം മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ആ ഒരു മോൺസ്റ്ററിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണ്. എനിക്ക് ആ മോൺസ്റ്ററിനെ അതിനെ കയ്യിൽ കിട്ടണം, പവർ എന്താണെന്ന് തെളിയിക്കണം, മനുഷ്യന്മാരുടെ മുൻപിൽ ആ മോൺസ്റ്റർ ഒന്നും അല്ലാന്ന് ഞാൻ അവന് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ടെററായി ഇപ്പോ മാസ്റ്റർ പറഞ്ഞ ഭാഗത്തേക്ക് അവൻ ആ പേടകം ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകും. സമയം ഗോക്കു ആണെങ്കിൽ ആ റഡാറിൽ ചെക്ക് ചെയ്യാണ്. ആ റഡാറിന്റെ തൊട്ടടുത്തേക്ക് ഇപ്പോൾ ഒരു ഡ്രാഗൺ ബോൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അവൻ മനസ്സിലാക്കും. നോ, ഒരു ഡ്രാഗൺ ബോൾ നമ്മുടെ തൊട്ടടുത്തുണ്ട്, അത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് അവർ ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും മുകളിൽ ഒരു ശബ്ദം കേൾക്കുക. ഗോക്കു ആണെങ്കിൽ മുകളിലേക്ക് നോക്കി ആ കാഴ്ച കണ്ട് ഞെട്ടും. ഉടനെ ഉണ്ടപ്പനും ആ കാഴ്ച കാണുകയാണ്. ിലേക്ക് വന്നത് മറ്റാരുമല്ല, ആ വില്ലൻ പിലാഫിന്റെ ആ വലിയ പേടകമാണ്. അതിന്റെ അകത്താണ് ആ ഒരു മോൺസ്റ്റർ ഉള്ളത്. എത്തിപ്പെണ്ണാണെങ്കിൽ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയെന്ന് ഇപ്പൊ മോൺസ്റ്ററിനോടും പിലാഫിനോടും ആ പേടകത്തിലുള്ള എല്ലാവരോടും പറയുന്നു. അത് കേൾക്കേണ്ട താമസം ഇവിടെ ഉണ്ടപ്പൻ ആണെങ്കിൽ ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. ഓ നോ, ഈ പേര് ഞാൻ മുൻപ് എവിടെയോ കേട്ടിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് ഈ പേര് അറിയാമെന്ന് പറഞ്ഞ് ആലോചിക്കും. അടുത്ത നിമിഷം അവന് കാര്യം മനസ്സിലാവുകയാണ്. അവനുടനെ ആ ഡ്രാഗൺ ബോൾ ഇപ്പൊ ഗോക്കുവിന് കൊടുക്കും. നീ ഇത് ഒരുപാട് ചോദിച്ചതല്ലേ, ഇതെനിക്ക് വേണ്ട, നീ എടുത്തോ, അത്യാവശ്യമായിട്ട് ഇവിടം വിട്ട് പോകണമെന്ന് പറയും. ഗോക്കുവിനാണെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. എന്തുപറ്റി, നിനക്ക് ആ മോൺസ്റ്ററിന് വേണ്ടേ? അടുത്ത മോൺസ്റ്റർ ആ പേടകത്തിലുണ്ട്. അതിനവൻ പറയും, എനിക്ക് വിശക്കുന്നില്ല, എനിക്കിപ്പോ ഇവിടുന്ന് അത്യാവശ്യമായിട്ടൊന്ന് പോകണമെന്ന് പറയും. ഗോക്കുവിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. കാരണം മുൻപ് വരെ മോൺസ്റ്ററിനെ കഴിക്കാനായിട്ട് ആവേശത്തോടു കൂടെ നല്ല വിശപ്പിലിരുന്ന ഉണ്ടപ്പനാണ് ഇപ്പോ ആ ഒരു ഡ്രാഗൺ ബോള് പകരമായിട്ട് ഒന്നും കൊടുക്കാതെ ഗോക്കുവിനെ ഏൽപ്പിച്ച് അവിടുന്ന് കടന്നു പോകുന്നത്. സ്റ്റാഫ് ആണെങ്കിൽ ബൈനോക്കുലർ വെച്ച് താഴേക്ക് നോക്കും. അവനാണെങ്കിൽ ഗോക്കുവെ കണ്ട് ഞെട്ടുകയാണ്. ഓ നോ, നിന്റെ ശത്രു ആരാണെന്ന് ഞാൻ കണ്ടെത്തി, അവനാണ് എന്റെ ശത്രു. എല്ലാവരും മരിച്ചെന്ന് കരുതിയ ആ ഗോകു, അവന്റെ കഴുത്തില് ആ ഡ്രാഗൺ ബോൾ ഉണ്ട്. ഞാൻ എപ്പോഴൊക്കെ ഡ്രാഗൺ ബോൾ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അവൻ എന്നെ അറ്റാക്ക് ചെയ്ത് പ്ലാനുകളെല്ലാം തന്നെ കുളവാക്കി ആ ഡ്രാഗൺ ബോൾ അത് നേടിയെടുത്തിട്ടുണ്ട്. ഇവിടെ ആ ഒരു മോൺസ്റ്റർ ആണെങ്കിൽ ആ കാര്യം കേട്ട് ടെററായിട്ട് ചിരിക്കും. ഓ നോ, അപ്പോ എന്റെ വാരിയേഴ്സിനെ അവരെ രണ്ടുപേരെയും കൊന്നത് ആ നുണുങ്ങു പയ്യനാണോ? ഓക്കെ, കുഴപ്പമില്ല, ഉറപ്പായാലും ഉള്ള ഗിഫ്റ്റ് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ് ആ മോൺസ്റ്റർ ആണെങ്കിൽ താഴേക്ക് പോവാണ്. അത് കണ്ട് അവന്റെ അസിസ്റ്റന്റിനും പിലാഫിനും ഭയങ്കര സന്തോഷം. ഗോക്കു ആണെങ്കിൽ ആ മോൺസ്റ്ററിനെ നോക്കും. അത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗോക്കു അതിനോട് ദേഷ്യപ്പെട്ട് ചോദിക്കും, സത്യം പറയ്, നീയല്ലേ ആ മോൺസ്റ്റേഴ്സുകളുടെ എല്ലാം തന്നെ നേതാവ്? എന്റെ ഫ്രണ്ട് മൊട്ടപ്പൻ, അവനെ കൊല്ലാൻ ഉത്തരവിട്ടത് നീ തന്നെയല്ലേ? അതിന് ആ മോൺസ്റ്റർ പറയും, അതെ, ഞാൻ തന്നെയാണ് അത് ചെയ്തത്. നീ എനിക്ക് മാപ്പ് തരണം, അതിനുശേഷം നിന്റെ കഴുത്തിലുള്ള ഡ്രാഗൺ ബോൾ അതെനിക്ക് തരണമെന്ന് പറഞ്ഞ് ഗോക്കുവിനെ നോക്കി അവൻ പുച്ഛിക്കും. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ ആ മോൺസ്റ്ററിനോട് പറയും, ഒരു കാരണവശാലും നിന്നെ വെറുതെ വിടില്ല. എന്റെ ഗ്രാൻഡ് പേയുടെ ആ 4 സ്റ്റാർ ഡ്രാഗൺ ബോൾ അത് നിന്റെ കയ്യിൽ നിന്ന് ഞാൻ തിരികെ പിടിക്കും, നിന്നെ ഞാൻ ഇല്ലാതാക്കും. ആ മോൺസ്റ്റർ ആണെങ്കിൽ അത് കേട്ട് വീണ്ടും ചിരിക്കുകയാണ്. സത്യത്തിൽ ഞാൻ കരുതിയത് മക്കളെ കൊന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും വാരിയേഴ്സ് ആയിരിക്കുമെന്നാണ്. പക്ഷേ നിന്നെപ്പോലെ ഒരു നുണുങ്ങു പയ്യനായിരിക്കും എന്റെ കോമ്പറ്റീറ്റർ എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ആ മോൺസ്റ്റർ അത് പറയുന്ന അതേ സമയം ദൂരത്തായിട്ട് നമ്മുടെ ഉണ്ടപ്പൻ അവൻ പേടിയോട് കൂടെ ആ ഒരു മോൺസ്റ്ററിനെ തന്നെ നോക്കി നിൽക്കും. കലിപ്പിൽ ഗോക്കു ആണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ചാടി വന്ന് ഇപ്പോ ആ ഒരു മോൺസ്റ്ററിനെ അറഞ്ച് ഇട്ടിക്കുകയാണ്. ഇടികെട്ടി ആ മോൺസ്റ്റർ തെറിച്ചു പോയി നിലത്തങ്ങനെ അടിച്ചു വീഴും. ഉണ്ടപ്പനാണെങ്കിൽ അത് കാണുമ്പോൾ അല്പ പ്രതീക്ഷയൊക്കെ ഗോകുവിൽ തോന്നുകയാണ്. ഇവിടെ ആ പിലാഫും കൂട്ടറുമാണെങ്കിൽ പേടിച്ച് അവിടുന്ന് ഓടാനായിട്ട് തുടങ്ങും. ഡൈനോസർ അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, മാസ്റ്ററിന്റെ വെറും ഒരു വാമപ്പ് മാത്രമാണിത്, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പവർ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ആ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ പതിയെ എഴുന്നേക്കും. വാവ്, നിന്റെ ഫൈറ്റ് അത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. എന്റെ മക്കൾ നിന്റെ മുൻപിൽ തോറ്റുപോയതിൽ എനിക്കിപ്പോ അത്ഭുതമില്ല, ശരിക്കും നല്ലൊരു കോമ്പറ്റീറ്റർ തന്നെയാണെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഡ്രസ്സൊക്കെ ഊരിക്കളഞ്ഞ് ഇപ്പൊ ഒരു പ്രത്യേകതരം പവർ അത് റിലീസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ദൂരത്തായിട്ട് ഉണ്ടപ്പൻ അവനാണെങ്കിൽ പേടിച്ച് വിറച്ച് അങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടിക്കൂടി അത് കണ്ടു നിൽക്കുകയാണ്. മുകളിൽ പിലാഫും ടീമും അതായിട്ട് എന്ത് സംഭവിക്കാൻ പോകുന്നു അറിയാതെ അങ്ങനെ വണ്ടർ അടിച്ച് നിൽക്കും. ഇവിടെ ഗോക്കു ആണെങ്കിൽ അവന്റെ ആ സ്പെഷ്യൽ പവർ കണ്ട് കുറച്ച് ടെൻസ്ഡ് ആവും. ഗോക്കു ആണെങ്കിൽ പൂർണ്ണമായിട്ടും ആ ഒരു പവറിൽ അങ്ങനെ പെട്ട് നിൽക്കുകയാണ്. ആ ഒരു പവറിൽ പെട്ടതുകൊണ്ട് തന്നെ ഗോക്കുവിനെ കൊണ്ട് ഒരു അടി പോലും മുൻപോട്ടേക്ക് എടുത്തു വെക്കാനായിട്ട് കഴിയില്ല. ഓ നോ, ഞാൻ ഈ പവറിൽ ഫ്രീസ് ആയിട്ട് പോയിരിക്കുകയാണ്, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് മാസ്റ്റർ റോഷിയും ടീമും അവരാണെങ്കിൽ അടുത്ത ഡ്രാഗൺ ബോൾ അതങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇവിടെ മാസ്റ്റർ ആണെങ്കിൽ ഒരു പാറക്കിടയിൽ ഇപ്പൊ ആ ഡ്രാഗൺ ബോൾ കണ്ടെത്തും. ആ വലിയ പാറ അത് ഒരുപാട് പണിപ്പെട്ട് ഒറ്റ കൈകൊണ്ട് ഉയർത്തി ഇപ്പൊ മറ്റൊരു കൈകൊണ്ട് അതങ്ങനെ എത്തിപ്പിടിക്കുകയാണ്. ഡ്രാഗൺ ബോൾ കയ്യിൽ കിട്ടിയ സന്തോഷത്തിൽ പാറ എങ്ങനെ വിടും. അടുത്ത നിമിഷം അത് ഉരുണ്ട് മാസ്റ്റർക്ക് നേരെ വരികയാണ്. മാസ്റ്റർ ആണെങ്കിൽ നേരെ വിളിച്ച് ഓടി ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുത്തു ചാടും. പക്ഷെ എന്താ, ആ പാറ എങ്ങനെ ഉയർന്നു വന്ന് മാസ്റ്ററിനെ ആഞ്ഞെട്ടിക്കുകയാണ്. മാസ്റ്ററിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഡ്രാഗൺ ബോൾ അത് കൈവിട്ട് താഴേക്ക് പോവും.
മാർഷൽ ആർട്സ് മാനും കുഞ്ഞിപ്പയ്യനും അവർ രണ്ടുപേരും ഓടിയെത്തും. മാസ്റ്റർ, നിങ്ങൾ ഓക്കെ അല്ലേ? മാസ്റ്റർ ആണെങ്കിൽ താഴേക്ക് നോക്കും. ആ ഡ്രാഗൺ ബോൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ഇപ്പൊ ഗോകുവിനെ കാണിക്കും. അവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു സ്റ്റെപ്പ് മുൻപോട്ടേക്ക് എടുത്തു വെക്കാനായിട്ട് ശ്രമിക്കും. ആ സമയം മോൺസ്റ്റർ ആണെങ്കിൽ നല്ല സ്പീഡിൽ ഓടി വന്ന് ഗോകുവിന്റെ മുഖത്താഞ്ഞൊരു ചവിട്ട്. ആ ചവിട്ടിന്റെ പവറിൽ കൊടുങ്കാറ്റേറ്റ പോലെ അവൻ അങ്ങനെ മുകളിലേക്ക് പറന്നു പോകും. മുകളിലേക്ക് പോയ ഗോകുവിന്റെ പിന്നാലെ വന്ന മോൺസ്റ്റർ ആണെങ്കിൽ അവനെ ആഞ്ഞടിക്കും. ആ ഒരു അട്ടി കിട്ടി ഗോകു ആണെങ്കിൽ നിലത്ത് അടിച്ചു വീഴും. അടികിട്ടി പൂണ്ടുപോയ ഗോകുവിനെ ആ മോൺസ്റ്റർ ആണെങ്കിൽ ഉയർത്തിയെടുക്കും. അതിനുശേഷം വീണ്ടും അവന്റെ മുഖത്ത് ആഞ്ഞു കുത്തുകയാണ്. കലിയിളകിയ ഗോകു ആണെങ്കിൽ അവന്റെ കൈ കടിച്ചു പറിക്കും. മോൺസ്റ്ററിനാണെങ്കിൽ വേദന സഹിക്കാനായിട്ട് കഴിയില്ല. ഗോകുയെ വലിച്ചെറിയാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഗോകു ആണെങ്കിൽ കയ്യിലങ്ങനെ കടിച്ചു പിടിക്കുകയാണ്. അതിൽ സഹിക്കാൻ കഴിയാൻ മോൺസ്റ്റർ ഗോകുവിന്റെ തല അത് നിലത്താഞ്ഞെട്ടിപ്പിച്ച് അവന്റെ പുറകിൽ കൈകൊണ്ട് ആഞ്ഞു കുത്തും. വേദന കൊണ്ട് പൊളഞ്ഞ ഗോകു ആണെങ്കിൽ ഇപ്പോ അവന്റെ കടി നിർത്തുകയാണ്. ഗോകുവിനാണെങ്കിൽ യാതൊരു അനക്കവും ഇല്ലാതെ അവൻ അങ്ങനെ വീണ് കിടക്കുകയാണ്. അത് കണ്ട ആ മോൺസ്റ്റർ ആണെങ്കിൽ ഇവന്റെ കഥ കഴിക്കാൻ സമയമെന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ വീണ്ടും പവർ കൊണ്ടുവരും. അതിനുശേഷം ആ ഒരു പവർ അത് ഗോകുവിന് നേരെ ആഞ്ഞടിപ്പിക്കുകയാണ്. ഗോകു ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് ആ ഒരു പവറിന്ന് രക്ഷപ്പെട്ട് ഒരു പാറയുടെ പുറകിലൊന്ന് ഒളിച്ചിരിക്കും. മോൺസ്റ്റർ ആണെങ്കിൽ വിടില്ല. ആ പാറയിലേക്ക് പവർ ആഞ്ഞടിപ്പിക്കുകയാണ്. ഗോകു ആണെങ്കിൽ ഓരോ പാറയിലേക്ക് മാറി മാറി ഒളിക്കും. പക്ഷെ വീണ്ടും വീണ്ടും ആ പവർ ഉപയോഗിച്ച് മോൺസ്റ്റർ ആണെങ്കിൽ നിർത്താതെ ഗോകുവിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഉണ്ടപ്പനാണെങ്കിൽ പേടി കൂടി വരും. ഓ ഗോഡ്, ഗോകു ദയവ് ചെയ്ത് നീ എൻ്റെ അടുത്തേക്ക് വരരുത്. അറ്റാക്കിൽ കൺട്രോൾ പോയ ഗോകു ആണെങ്കിൽ വീണ്ടും ആ മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അതിന് മോൺസ്റ്റർ ആണെങ്കിൽ ഗോകുവിനെ മുകളിലേക്ക് തട്ടിത്തെറിപ്പിച്ച് അവന്റെ ബോഡിയിൽ കൈ ചുരുട്ടി ആഞ്ഞടിക്കും. ഗോകു ആണെങ്കിൽ വീണ്ടും വീണ്ടും അടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ആ ഒരു മോൺസ്റ്റർ ആണെങ്കിൽ ഗോകുവിനെ തല്ലി കൊല്ലുകയാണ്. ഉണ്ടപ്പനാണെങ്കിൽ ഗോകുവിന്റെ കഥ കഴിഞ്ഞെന്ന് കരുതി കണ്ണടച്ചു നിൽക്കും. ഇത് മുഴുവൻ ഒരുപാട് വേദനയോട് കൂടെ ഗോകു വീണ്ടും എഴുന്നേൽക്കും. ഞാൻ കരുതിയതിലും നിങ്ങൾ ശക്തനാണ്, പക്ഷേ ഞാൻ നിങ്ങളുടെ മുൻപിൽ തോറ്റു തരില്ല. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ആണെങ്കിൽ എങ്ങനെയൊക്കെയോ ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കും. അതുകൊണ്ട് ആ ഒരു മോൺസ്റ്റർ ആണെങ്കിൽ വീണ്ടും ഇപ്പൊ ഗോകുയെ നോക്കി പരിഹസിക്കും. ഗോകു ആണെങ്കിൽ അവന്റെ 18ാമത്തെ അടവ്. സോ അതിനായിട്ട് അവന്റെ ഫുൾ പവർ അക്യുമുലേറ്റ് ചെയ്ത് ഇപ്പൊ കാമേ പവർ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം മോൺസ്റ്റർ ഒന്ന് ഞെട്ടും. ആ ഗ്യാപ്പിൽ ഗോകു ആണെങ്കിൽ ആ പവർ വെച്ച് ആഞ്ഞടിക്കുകയാണ്. ചുറ്റുമുള്ളവരെല്ലാവരും ഷോക്കായിട്ട് ആ മോൺസ്റ്ററിന് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ അവനെ തന്നെ നോക്കും. ഗോകു ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഞെട്ടും. മോൺസ്റ്ററിനാണെങ്കിൽ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. ഇത് നിന്റെ അവസാന നിമിഷങ്ങളാണ്. അടുത്ത പഞ്ചോടുകൂടെ കഥ കഴിയാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആ മോൺസ്റ്റർ അവനാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.